ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ജേണൽ ചെയ്യാം. ജേണൽ ബുക്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. മറ്റേ ഡയറി കാണാനില്ല. ഞാൻ ഈ ഡയറി എടുത്തത് എൻ്റെ അച്ഛൻ വന്ന് എനിക്കൊരു ക്യൂട്ട് ലാമ്പാട്ട കറണ്ട് ഇല്ലായിരുന്നു, അതാണ് ഞാൻ എടുത്ത് വെച്ചത്. നമുക്കിനി ജേണൽ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇത് കണ്ടതൊന്നും എൻ്റെ ബർത്ത്ഡേക്ക് ആക്കിയതൊന്നാണ്, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ജേണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ 2 പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. ഞാൻ എടുക്കണ ഈ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെയാണ്. ഇത് ആക്ച്വലി ഒരു റാപ്പിംഗ് പേപ്പറാണ്. അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. നമുക്കിവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാൻ നേരത്തിന്. പിന്നെ ഇതിൽ നിന്നായിട്ട് ഞാൻ കുറച്ച് വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ചുരുട്ടുന്നുണ്ട്, അപ്പോൾ ഒരു വിൻറ്റേജ് ടൈപ്പ് നമുക്ക് ലുക്ക് വരും. ഇതേപോലെ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി മറ്റേ കുട്ടി പേപ്പർ ഒട്ടിക്കാൻ തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ ഒട്ടിക്കട്ടെ. എന്താ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി മറ്റേ ഒരു കുട്ടി പേപ്പർ അതും കൂടി നമുക്ക് എടുത്തൊട്ടിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് പെൺകുട്ടിയുടെ ആ സംഭവം ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ഒട്ടിക്കാൻ നേരത്ത് പിന്നെ എക്സസ് വന്ന പേപ്പർ നമ്മൾ വെട്ടിക്കളയണം. അപ്പോൾ അത് അവിടെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗേൾ. നമുക്കിത് എവിടെ ഒട്ടിക്കണമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഒട്ടിക്കണം അത് അവിടെ ഒട്ടിക്കണം. ഞാൻ ഡിസിഷൻ ഇവിടെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. വേണ്ടിയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടിങ്ങനെ ജേണലിങ്ങൊക്കെ. ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ടത് ചേട്ടൻ്റെ ബുക്സൊക്കെ ഇട്ടിരിക്കണം. അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. മറ്റേ സാധനം കുറച്ച് വലുതെന്നല്ല, കുറച്ച് വളഞ്ഞു പോയി. ഇതൊരു കല്യാണ ലെറ്ററിൻ്റെ ആയിരുന്നു. അത് ഞാനിങ്ങനെ വെട്ടിയെടുത്തു. ഒരു കലണ്ടർ കണ്ടാൽ വിടരുതല്ലോ, ഞാനിങ്ങനെ വെട്ടിയെടുത്തു. പ്രത്യേകിച്ച് ഫെബ്രുവരിയുടെ അല്ലേ. അത് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിക്കാൻ കരുതി. അതവിടെ അവിടെ ഒട്ടിച്ചു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അവിടെ ഒട്ടിക്കാം. ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇത്രയും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ എഴുതുക എന്നാണ് എനിക്ക് ഡൗട്ട്. പിന്നെ ഞാൻ കുറച്ച് ഇതേപോലത്തെ റൗണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിങ്ക്. പിന്നെ നമുക്ക് റൈറ്റിങ്സൊക്കെ എഴുതണം. നിങ്ങൾക്ക് ലിറിക്സൊക്കെ ആയാലും മതിയായിട്ട്. ഞാൻ ലിറിക്സാണ് എഴുതണം. ഡൈ വിത്ത് എ സ്മൈൽ, ബ്രൂണോ മാർസിൻ്റെ ലേഡി ഗാഗയുടെ സബലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. Nobody promised tomorrow. ആ ഒരു പാട്ടാണത്. എനിക്ക് പാടാനൊന്നും അറിഞ്ഞൂടാ, അതാണ് ഞാൻ പിന്നെ ബാക്കിയൊന്നും പാടാഞ്ഞത്. ഞാനത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അതിൻ്റെ കുറച്ച് ലിറിക്സ് എഴുതിയിട്ടുള്ളൂ. എല്ലാം കറക്റ്റൊന്നും അല്ല, എനിക്കറിയാവുന്ന പോലെ എഴുതിയിട്ടുണ്ട്. ആ സൈഡിൽ വെറുതെ കുത്തി വരച്ചിട്ടേക്കാം. അപ്പം ഇതാണ് എൻ്റെ ജേണൽ ബുക്ക്. ഞാൻ കാണിച്ചു തരുന്നില്ല, മറന്നുപോയി. ആൻഡ് ദിസ് ഇസ് മൈ ജേണൽ. ഹൗ ഈസ് ഇറ്റ്? ആൻഡ് ഓൾവേസ് ബൈ ബൈ. Subscribe my channel for more videos.